നാരങ്ങ അച്ചാറുണ്ടാക്കിയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു. സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് ഫ്രോസൺ മാംഗോസ് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. ആകെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരാൾക്ക് അച്ചാർ ഇടണം, ഒരാൾക്ക് മാങ്ങ മപ്പാസ് വയ്ക്കണം. അവസാനം ഒരു തീരുമാനം എടുത്തു. ആ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ ഭാഗം മാങ്ങ മപ്പാസിനും, കുറച്ച് തൊണ്ടോട് കൂടിയ ഭാഗം കുറച്ച് ഫ്ലഷിങ്ങനെ വെച്ചിട്ട് അത് മാങ്ങ അച്ചാറിനും വേണ്ടി വെച്ചു. തണുത്ത് മരവിച്ചിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു തൊലിക്ക് ഭയങ്കര കട്ടിയായിരുന്നു. എന്നിട്ട് പോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തു. കുറച്ച് ഉപ്പിട്ടു, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടിയും ഒക്കെ ഇട്ടു ഇതിലേക്ക്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ലെമണിന് വേണ്ടി വെച്ചിരുന്ന കുറച്ച് ഉലുവ പൊടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്തു. കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തു. എന്നിട്ട് പാനടുപ്പത്ത് വെച്ചു. പാനടുപ്പത്ത് വെച്ചിട്ട് ഇത് ഫ്രോസണായിട്ടിരിക്കുന്ന നമ്മുടെ കോക്കനട്ട് ഓയിലിനെ അതിലേക്കിട്ട് ചൂടാക്കി. എന്നിട്ട് നമ്മൾ ആസ് യൂഷ്വൽ കടുക് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ടു. പിന്നെ മാംഗോയും അതിലേക്ക് ആഡ് ചെയ്തു. കുറച്ച് നേരം അതിലിട്ട് ഇങ്ങനെ ഇളക്കി. അത് കഴുകിയെടുത്ത വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചു. പിന്നെ ഞാനിങ്ങനെ ഒരു ബോട്ടിൽ കണ്ടുപിടിച്ചു. ആ ബോട്ടിലേക്ക് ഇതെല്ലാം ഫില്ല് ചെയ്തു. അതിനുശേഷം ആ പാത്രത്തിലുണ്ടായിരുന്നതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ നാരങ്ങേനെ കുപ്പിയിലാക്കിയ പോലെ മാങ്ങയും കുപ്പിയിലാക്കി. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നോട്ടെ, എന്തിനാ പിരിക്കണേന്ന് വിചാരിച്ച് നാരങ്ങയ്ക്ക് കൂട്ടായി ഞാൻ മാങ്ങയും ചേർത്ത് വെച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.